നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പേടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് ചിലപ്പോൾ അവരുടെ മുൻപുള്ള റിലേഷൻഷിപ്പിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടിയിട്ട് സ്വയം, അതായത് സ്വന്തം ഇഷ്ടത്തിനൊരു തീരുമാനം എടുക്കാൻ അവർ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ദ ഫൂൾ കാർഡാണ്. അതായത് ഇവിടെ ഈ റിലേഷനിൽ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അതായത് എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആക്ഷൻ എടുത്ത് അതിനെതിരായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരെ ആ ഒരു ആഗ്രഹത്തിന് എതിരായിട്ട് നിൽക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ഭയമാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. 9 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർക്ക് കൂടുതലായിട്ട് ഇപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യലി ഉള്ള ഒരു ഫ്രീഡം ആണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവണം, ഫിനാൻഷ്യലി ഓക്കെ ആവണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് അവരിപ്പം നിൽക്കുന്നത്. കൂടുതൽ അവര് ഫിനാൻഷ്യൽ ഗ്രോത്തിലോട്ടാണ് ഇപ്പം ഫോക്കസ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹവും ഫീലിങ്സ് എല്ലാം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹവും ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ സ്വന്തം അഭിപ്രായത്തിന് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ഒരു ഈ റിലേഷന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിന് എതിർപ്പുണ്ടെങ്കിൽ അവരെ വകവെക്കാതെ ആളുടെ ഇഷ്ടത്തിന് ആളൊരു ആക്ഷൻ എടുത്താൽ അത് മുന്നോട്ട് ആളുടെ ലൈഫിനെ ബാധിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ് അവർ മാറി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. 10 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഒരു ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുള്ളതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി സമ്മതിക്കാത്ത സിറ്റുവേഷൻ. അത് മാത്രമല്ല, അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയിലുള്ള ഗ്രോത്ത് ആണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഫാമിലിയിൽ വരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അവർക്ക് വേണം. അപ്പോൾ അവരെ എതിർത്തുകൊണ്ടൊരു ഡിസിഷൻ എടുക്കാൻ അവർ പേടിക്കുന്നതായിട്ട്, ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 2 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അവർ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ശരിക്കും ഈ റിലേഷൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ എല്ലാ സാഹചര്യങ്ങളെയും എതിർത്തുകൊണ്ട് റിലേഷനോട്ട് വരാനുള്ള ഒരു ഭയമാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതെന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ ഈ റിലേഷൻ വേണ്ടെന്ന് വെച്ചിട്ടോ അല്ല, പക്ഷെ അവരായിട്ട് ഒരു എല്ലാവരെയും എതിർത്ത് എല്ലാ സിറ്റുവേഷനെയും തരണം ചെയ്ത് വരാനുള്ള ഒരു മൈൻഡ് പവർ അവർക്ക് ഇപ്പോഴില്ല എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ മുൻപുള്ള റിലേഷനിൽ അവർ ചൂസ് ചെയ്ത റിലേഷൻ തെറ്റായി പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയോടുള്ള ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റും കാരണം അവർക്ക് സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും ഒരു ഉൾഭയം അവരെ ഈ റിലേഷനിൽ നിന്നും ബാക്കോട്ട് നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. 3 ഓഫ് വാൻസ് എനർജിയാണ്. അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ട്. ആ ലക്ഷ്യബോധം അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ ഉണ്ട്. അതെല്ലാം അവര് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യിക്കുന്നത് ഫിനാൻഷ്യൽ ഗ്രോത്തിലോട്ടാണ്. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം. ചിലപ്പോൾ അവരുടെ ഫാമിലി അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അവരായിരിക്കാം കൂടുതൽ ആ ഫാമിലിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ട ഒരാള്. അവർ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ആ ഫാമിലി മുന്നോട്ട് പോകുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരിപ്പം ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരിപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂനോ കപ്സ് എനർജിയാണ്.
ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവര് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കാർഡ് എടുക്കട്ടെ കേട്ടോ. കപ്പിൾസ് എനർജിയാണ്. കിങ് ഓഫ് കപ്സ് എനർജി, ക്യൂൻ ഓഫ് കപ്സ് എനർജി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അത്രയും ഇന്റൻസ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹവും ഫീലിങ്സും നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പൊ ഈ കപ്പിൾസ് എനർജി വരുമ്പോൾ രണ്ടുപേർക്കും ഒരു ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും ബോണ്ടിങ്ങും ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആൾക്കൊരു സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ആളുടെ സിറ്റുവേഷൻ അതാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ ആൾക്ക് വേണ്ടി നിങ്ങൾ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ആൾക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം കൊടുക്കുക. നിങ്ങൾ എത്രമാത്രം ഈ റിലേഷനിൽ ഇന്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ആൾക്ക് നിങ്ങൾ ആളുമായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആൾക്ക് എത്രമാത്രം വിശ്വാസ്യത ഈ റിലേഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആൾ ഓക്കെ ആയി വരും. ഓക്കെ, 7 ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ. അതുകൊണ്ടാണ് ആൾ അകൽച്ച വെച്ചിട്ടുള്ളത്. ഈ ഒരു ഡിസ്റ്റൻസ് ആള് കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, 2 ഓഫ് സോഴ്സ് എനർജി. അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അവരുടെ മനസ്സിലൂടെ വന്നു പോകുന്നുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ആളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ആൾക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആളുടെ മനസ്സിൽ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങളും മനസ്സിലാക്കുക. ആള് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, ആളുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആളുടെ ലൈഫിൽ ആള് കുട്ടിക്കാലം മുതൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെയാണ് വളർന്നു വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആൾ നേരിടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും ആളുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ബെസ്റ്റ് സെൽഫ് എന്നാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലൂടെ വന്നതിന് ശേഷമാണ് അവരിലെ നല്ല കാര്യങ്ങളൊക്കെ അവർ റിക്കവർ ചെയ്തെടുക്കാൻ തുടങ്ങിയത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അവരിലെ നന്മകളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റി. അവരിലെ നല്ല ഒരു ക്വാളിറ്റീസ് എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റി എന്നാണ് കാണിക്കുന്നത്. കാരണം അവരുടെ ലൈഫിൽ ഇത്രയും ഇന്റൻസ് ആയിട്ട് അവരെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഹോപ്പ്ഫുൾ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ മുന്നോട്ട് അവർക്ക് ഒരു ഹോപ്പ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അവര് ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇതിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചേഞ്ചിങ് എന്ന് കാണിക്കുന്നുണ്ട്. അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ അവര് ലൈഫിൽ മുന്നോട്ട് പോയിരുന്ന രീതിയിലല്ലാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാറാനും അവരിലെ നല്ല ക്വാളിറ്റീസ് പുറത്തെടുക്കാനും അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത്. നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം അല്ല. നിങ്ങൾ എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം റിലേഷന്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് വരുള്ളൂ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഫെബ്രുവരി, ഭരണി, വിശാഖം, 1991, ലെറ്റർ ഒ, ലെറ്റർ വൈ, 1994, തിരുവോണം, പൂരാടം, മൂലം, 2001, 1987, 1988, കാർത്തിക, ഉത്രാടം,
ഏപ്രിൽ, പൂരം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.